അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, പ്രഭാഷകൻ 21:7 വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു, ജ്ഞാനി തൻ്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. ഏത് വിഷയത്തിലും ആഴമേറിയ ജ്ഞാനമില്ലാത്തവൻ ഏറെ പറയുന്നത് കേൾക്കാം. തൻ്റെ വാക്ചാതുര്യം, ഭാഷാ വൈദഗ്ധ്യം, അവൻ പ്രശസ്തി നേടും. പക്ഷേ ജ്ഞാനമുള്ളവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉപരി തൻ്റെ മനനം കൊണ്ട് തന്നിലേക്ക് ഒരു കാഴ്ച നേടും. അവൻ എന്തു ചെയ്യും? തൻ്റെ കുറവുകൾ കണ്ടെത്തി, തൻ്റെ പാളിച്ചകൾ കണ്ടെത്തി കുറേയും കൂടിയും ആത്മന ശോഭിതനാകാൻ, പ്രഭയുള്ളവനാകാൻ ശ്രമിക്കും. വാക്ചാതുര്യമുള്ളവൻ പെട്ടെന്ന് നേടുന്ന പ്രശസ്തി പോലെയല്ല, ആത്മാവിൽ ജ്വാലയുള്ളവനായി മാറുന്ന ജ്ഞാനി പാളിച്ചകൾ, തെറ്റുകളുടെ ഇരുട്ട് മാറ്റി കൃപയുടെ, അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ ആ വെളിച്ചം സ്വീകരിച്ച് മുന്നേറും. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.